ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു ബൗളിലേക്ക് 80 ഗ്രാം അതായത് 8 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അതായത് 20 ഗ്രാം കോൺഫ്ലവർ ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. ഉപ്പ് ചേർക്കുന്നത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ മറക്കാതെ ഉപ്പ് ചേർക്കണം. ഇനി ഈ കേക്കിലേക്ക് നമ്മൾ 5 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മഞ്ഞയുടെ അംശം ഒട്ടും വെള്ളയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് വേണം മുട്ട വെള്ളം എടുക്കാൻ, അല്ലെങ്കിൽ ഈ മുട്ട വെള്ളം നന്നായിട്ട് പതഞ്ഞ് കിട്ടില്ല. ഇനി മുട്ട മഞ്ഞ എടുത്തിട്ടുള്ള ആ ബൗൾ എടുക്കാം. ഇതിലേക്ക് അല്പം വാനില എസൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ കേക്കിലേക്ക് മുഴുവൻ നമ്മൾ 80 ഗ്രാം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതിന് പകുതി പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇനി 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കണം. ഇനി ഇതിലേക്ക് ആദ്യം യോജിപ്പിച്ച് വെച്ചിട്ടുള്ള പൊടിയുടെ കൂട്ട് ചേർക്കാം. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിച്ച ശേഷം മാറ്റി വയ്ക്കാം. ഇനി മുട്ട വെള്ളയുള്ള ബൗളിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഈ ബീറ്ററിൻ്റെ ബ്ലേഡും നല്ല ക്ലീൻ ആയിരിക്കണം, അതിൽ ഫാറ്റിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ പതഞ്ഞു തുടങ്ങിയാൽ ഇതിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർക്കാം. ആദ്യം ചേർത്ത പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള ചേർക്കാം. ഒരു 3 തവണയായിട്ട് പഞ്ചസാര ചേർക്കാം. ഇനി ഈ മുട്ടവെള്ളം നന്നായിട്ട് പതഞ്ഞ് നല്ല ബലം വെച്ച് വരുന്നത് വരെ ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരം ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബീറ്റർ ബ്ലേഡിൽ പൊക്കി നോക്കിയാൽ ആ മുട്ടവെള്ളം അല്പം, അതിൻ്റെ ടിപ്പ് മാത്രം അല്പം ഒന്ന് വളഞ്ഞു നിൽക്കുന്ന പോലെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെയാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബൗളിൽ നിന്ന് തിരിച്ച് നോക്കിയാൽ ആ മുട്ടവെള്ളം താഴേക്ക് പോകാതെ പാത്രത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയുടെ കൂട്ടിലേക്ക് ചേർത്ത് ഇതേപോലെ യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ പതപ്പിച്ചെടുക്കുന്ന ഈ മുട്ടവെള്ളം, അതായത് മിറാങ് ആണ് നമ്മുടെ കേക്കിന് നല്ല ലൈറ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ കൊടുക്കുന്നതും അതുപോലെ കേക്കിന് നല്ലൊരു വോളിയം കൊടുക്കുന്നതും. അതായത് നല്ല ഹൈറ്റുള്ള ഒരു കേക്കായിരിക്കും നമ്മുടേത്. അതുകൊണ്ട് മുട്ടവെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പതയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മുടെ കേക്കിന് ഒട്ടും ഹൈറ്റ് ഉണ്ടാവില്ല, മാർദ്ദവം കുറവായിരിക്കും. ഇനി ഇത് ബാക്കിയുള്ള മുട്ടവെള്ളയിലേക്ക് ഒഴിക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് സാവധാനം ഇത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് ഹൈറ്റുള്ള ഒരു കേക്ക് ടിന്നാണ് കേക്ക് ഉണ്ടാക്കാൻ നല്ലത്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 7 ഇഞ്ച് ഡയമീറ്ററും പിന്നെ 3.5 ഇഞ്ച് ഹൈറ്റും ഉള്ള ഒരു ടിന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. പിന്നെ നമ്മൾ എണ്ണ തടവുകയോ പൊടി തട്ടുകയോ ഒന്നും വേണ്ട. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സ്ക്യൂവർ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. വലിയ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു ട്രേയിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞ ചൂടിൽ, അതായത് 150 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണ്, അതായത് ഏകദേശം ഒരു 90 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ സമയം എടുത്ത് ബേക്ക് ചെയ്യുമ്പോഴാണ് കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഉൾഭാഗം നന്നായിട്ട് കുക്കാവാതെ നമ്മളത് പുറത്തേക്ക് എടുത്താൽ കേക്ക് പെട്ടെന്ന് താഴ്ന്നു പോകും. കേക്ക് പുറത്തേക്ക് എടുത്ത ഉടനെ തന്നെ 3-4 തവണ ഇതുപോലെ തട്ടിക്കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ വശങ്ങളിൽ നിന്ന് അത് വേഗം വിട്ടുവരും. എന്നിട്ട് ടിന്നിൽ നിന്ന് പുറത്തെടുത്ത് ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക. നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മുറിക്കാവുന്നതാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് ഇതിന് കൊടുക്കാം. നല്ല ലൈറ്റായിട്ടുള്ള കേക്കാണ്, നല്ല ഹൈറ്റും ഉണ്ട് ഇതിന്.
നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മുട്ടകൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്ന കാര്യം, പിന്നെ ഉൾഭാഗം നന്നായിട്ട് കുക്കാവുന്നവരെ ബേക്ക് ചെയ്യുന്ന കാര്യം, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.